അപർണ, യെസ്, വെൽക്കം ടു ഇന്ത്യ. താങ്ക് യു. ബാക്ക് ടു ബാക്ക് ഫിലിംസ് ആണല്ലോ, തമിഴില് മലയാളത്തില് രണ്ടെണ്ണം. ഇപ്പൊ അള്ളു ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ അടുത്ത് സർവം താളമയം അത്യാവശ്യം നല്ല റിപ്പോർട്ട്സ് കിട്ടി. ഇപ്പൊ മിസ്റ്റർ ആൻഡ് മിസ്സിസ് റൗഡി ഇറങ്ങാൻ പോകും. മിസ് റൗഡി, എന്താണ് പുതിയ ഫിലിം? മിസ്റ്റർ ആൻഡ് മിസ് റൗഡി ഒരു കോമഡി, ഫുൾ കോമഡി എന്റർടൈനർ ആണ്. ഒരു കോമഡി ജോണറിൽ പെടുന്ന മൂവിയാണ്. അപ്പോൾ ജിത്തു ജോസഫ് സാറിന്റെ സിനിമ എന്ന് വിചാരിക്കുമ്പോൾ നമ്മള് ഒരിക്കലും ഒരു മെമ്മറീസോ ദൃശ്യമോ പ്രതീക്ഷിക്കരുത്. ഒരു മൈ ബോസ്. ഏറ്റവും കൂടുതൽ റീടേക്ക് പോയ ഷോട്ട് ഏതാ? ഓ, അത് കൊറേ ഉണ്ട്. ഇതെനിക്ക് നാക്കുളിക്ക് എന്റെ സാർ എന്നിട്ട് അവസാനം പറഞ്ഞു 10 എഴുതി കൊടുക്കുക ആദ്യം തന്നെ. അപ്പൊ പിന്നെ അവൾ ആദ്യം തന്നെ പറഞ്ഞോളൂ. 10 ടേക്കാണ് ഞാൻ പോയിട്ടുള്ളത്. 10 എന്റെ ശരിയാവുന്നാണ് തോന്നുന്നതല്ല. അപ്പൊ അതിലൊരു ഡയലോഗ്, അവസാനം വരുന്ന ഡയലോഗൊക്കെ അയ്യോ, എനിക്ക് നാക്കുളിക്ക് ഇങ്ങനെ 10 ടേക്ക് വരെ പോയി. അവസാനം കാളിദാസൻ എന്താ പറയാ, ഭയങ്കര ഒരു ചിൽ ഫ്രണ്ട് ഉണ്ടല്ലോ. നമ്മളെല്ലാവരും 6 പേരും അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ ഭയങ്കര ഫ്രണ്ട്. ഇപ്പൊ ഒരു 5 പേരുടെ ഗ്യാങ്ങിൽ ഒരു പെണ്ണ് എപ്പോഴും ഉണ്ടാവും, എന്തെങ്കിലും തൊട്ടിത്തരം പറയാനോ, അല്ലെങ്കിൽ ഈ 6 പേരുടെ ഇടയിലും ഒന്നും ഒരു സീക്രറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര കമ്പനി ആയിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ. നമ്മൾ ഭയങ്കര ഫണ്ണായിരുന്നു ഷൂട്ട് ചെയ്യുമ്പോൾ. കാളിദാസനും അതെ. കാളിദാസിനെ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ എന്റെ വീടപ്പൂവിന്റെയും അല്ലെങ്കിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലൊക്കെ അന്നത്തെ ആ ഒരു പ്രായത്തില് ഒരു മാരക പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ആളാണ്. അപ്പൊ വെൻ ഹി കംസ് ബാക്ക് ടു ദി ഇൻഡസ്ട്രി, ഓഫ് കോഴ്സ് നമുക്ക് ആ മനസ്സിലതുണ്ടെങ്കിലും ഹി വാസ് വെരി കൂൾ അബൌട്ട്, അല്ലെങ്കിൽ ഹി ഈസ് വെരി നോട്ട് വെരി ബോതേർഡ് അബൌട്ട് വാട്ട് എവർ ഹി ഹാസ് അച്ചീവ്ഡ്. ഹി ഈസ് എ ന്യൂ ആക്ടർ എന്നുള്ള രീതിക്കാണ് കണ്ണൻ ഇതിലേക്ക് വന്നിട്ടുള്ളത്. സോ അതൊരു വലിയ പ്ലസ് പോയിന്റ് ആയിരുന്നു. നേരത്തെ തൊട്ടിത്തരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അപർണ ചെയ്യുന്ന ക്യാരക്ടറിലൊക്കെ ഒരു തൊട്ടിത്തരം ഉണ്ടല്ലോ. എല്ലാ ക്യാരക്ടറിനും തൊട്ടിത്തരമുണ്ട്. ഞാനേ അങ്ങനെയാന്നാ പറയുന്നത്. ബേസിക്കലി എനിക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഭയങ്കര ജോളി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പൊതുവെ എൻ്റെ അടുത്ത് എപ്പോഴും മലയാളമാണോ ഈ തമിഴ് ഇൻഡസ്ട്രി, എനിക്ക് മലയാളം ഇൻഡസ്ട്രി ഞാൻ ഇത്രയും ഇഷ്ടപ്പെടുന്നത് എന്താ വെച്ചാൽ ഞാൻ ഇത്രയും സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ കംഫർട്ട് സോൺ അതാണെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ബേസിക്കലി ഇങ്ങനത്തെ ക്യാരക്ടേഴ്സും കിട്ടുമ്പോൾ നമ്മൾ കുറേ സംസാരിച്ച് ഇതിൽ ഇങ്ങനെ കുറേ വായിട്ടരച്ച് കുറേ ദേഷ്യപ്പെട്ട്, എൻ്റെ സ്വഭാവത്തിലുള്ളതാണ് ഈ ദേഷ്യം ഇതൊക്കെ. അപ്പോൾ ട്രെയിലർ കണ്ടിട്ട് എന്നെ ഏറ്റവും അടുത്തറിയുന്ന എൻ്റെ സുഹൃത്തുക്കൾ, അതായത് ഗായത്രി എന്ന് പറഞ്ഞ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അവള് പറഞ്ഞു, എടി നീ തന്നെയാണല്ലോ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. മിസ്റ്റർ ആൻഡ് മിസ് റൗഡിയുടെ ട്രെയിലർ ഉണ്ട്. ഒരു അത്രയും ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ കുറെ ഇങ്ങനെ എന്ന് പറഞ്ഞ് നടക്കാറുള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാം എന്നെ. സെലിബ്രിറ്റി ആയിട്ട് ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ എന്താണ് പാവം പോലെയൊക്കെ പോയിരിക്കേണ്ട അവസ്ഥയൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ്. പ്രൈവസിനെക്കാട്ടിലും ഞാനല്ലാണ്ട് ആവുന്നൊരു സ്റ്റേജ് ചില സമയത്ത് വരുമ്പോഴാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും വിഷമവും. അത് എന്നെ പേഴ്സണലി ഭയങ്കര ഡിപ്രസ് ചെയ്തൊരു കാര്യമാണ്. അത് എനിക്ക് എപ്പോഴും ചിലപ്പോൾ ഒരു സെൽഫി മൂഡായിരിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു സ്പേസ് ഉള്ളപ്പോൾ ഞാൻ ഭയങ്കര ഫ്രീ ആണ്. ഞാൻ ഭയങ്കര എൻ്റെ എനർജി ഭയങ്കര ഹൈ ആവും. അപ്പോൾ ആ ഒരു സ്പേസ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഡിപ്രസ്ഡ് ആവും മെന്റലി. എങ്ങനെയുണ്ട് ചാക്കോച്ചനായിട്ട് ഇപ്പൊ അള്ളു രാമേന്ദ്രൻ ചെയ്ത് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, എനിക്കിപ്പോ ഞാൻ ആസിഫ് കെയുടെ കൂടെയും ചെയ്തു, അസ്കറിന്റെ കൂടെയും ചെയ്തു. അതുപോലെ തന്നെ ഇപ്പൊ ചാക്കോച്ചന്റെ കൂടെയും അല്ലെങ്കിൽ കാളിദാസ്, ഇപ്പൊ എല്ലാ ജനറേഷന്റെയും കൂടെ അഭിനയിച്ചെന്നുള്ളൊരു സന്തോഷം എനിക്ക് നല്ലോണം ഉണ്ട്, ഒരു അഭിമാനം തോന്നുന്നുണ്ട്. അതല്ല, എനിക്കതൊരു ഭാഗ്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇപ്പൊ വന്ന ആക്ടേഴ്സിന്റെ കൂടെയും അല്ലെങ്കിൽ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ലക്കായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ചാക്കോച്ചന്റെ കൂടെ പക്ഷെ എനിക്ക് അങ്ങനെ ഫീലേ ഉണ്ടായിരുന്നില്ല. ചാക്കോച്ചൻ ഭയങ്കര ചില്ലാണ്. ഇപ്പൊ ഞങ്ങൾ ശരിക്കും ഇപ്പൊ ബഡീസ്, അനിയത്തിയും ചേട്ടനെ എങ്ങനെ തല്ലുകൂടുന്നു അങ്ങനെ തല്ലുകൂടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ട് വിളിച്ച് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. പിന്നെ എന്നെ തടി കൂടി എന്നെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. എന്നെ എന്താ അത്ര ഓവറായി ചെയ്തെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ശരിയായില്ല, അത് നന്നായിട്ടുണ്ട്, എല്ലാം പറയാറുണ്ട്. എല്ലാം പറയുന്ന ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അപർണയിൽ ഏറ്റവും നല്ലൊരു ഫീച്ചർ എന്ന് പറയാൻ എന്താ അപർണയ്ക്ക് തോന്നി? എനിക്ക് തോന്നിയിട്ടുള്ളത് ചിരി, പിന്നെ ഈ ഒരു ബഹളം ഉണ്ടാക്കുന്ന ശബ്ദം, അതാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് ഉണ്ടോ? ഗ്യാങ് എനിക്ക് എപ്പോഴും ഒരു 3 സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോൾ
ഞാൻ, മാളവിക, അനീറ്റ എന്ന് പറഞ്ഞ എൻ്റെ കോളേജ് റൂംമേറ്റ്സ്, ഞാൻ, ആൻമറിയ, ഗായത്രി എന്ന് പറഞ്ഞിട്ട് വേറെ 3 പേര്. പിന്നെ ഇതൊന്നും അല്ലാണ്ട് സ്കൂളിലൊരു നിവീഷ്, ബാജിയോ, എൽവിൻ എന്നൊക്കെ പറഞ്ഞ് വേറെ കുറച്ച് ആൾക്കാരും, അങ്ങനെയൊക്കെയാണ് ഉള്ളത്. സ്കൂൾ കോളേജൊക്കെ മിസ് ചെയ്യുന്നില്ലേ? പിന്നെ ഭയങ്കരമായിട്ട് എന്തൊന്നും എന്താ പറയാ, ഭയങ്കര രസമായിരുന്നു, ഫണ്ണായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് എനിക്ക്. പക്ഷെ ഇപ്പൊ എന്താ ഭയങ്കര ബിസി, ഓട്ടം കൂടുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട്, എനിക്ക് ടെൻഷൻ്റെ ആളാണ് ഞാൻ, ഭയങ്കര ടെൻഷൻ അടിക്കും. അപ്പോൾ എനിക്കൊരു കാര്യം പ്ലാൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചു പോകും. അതുകൊണ്ടാണ് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ ഫ്രീ ടൈം എന്താ ചെയ്യാ? ഞാൻ മിക്കതും വീട്ടിലിങ്ങനെ ഒരു ദിവസം കിട്ടുമ്പോൾ ഞാൻ ഇറങ്ങണമെന്ന് വിചാരിക്കും, പിന്നെ ഇറങ്ങാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ പാർലറിൽ പോവും. ചെറിയ ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ഒരു ദിവസം പാർലറിൽ പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സൊക്കെ തയ്ക്കാൻ കൊടുക്കാനുണ്ടാവും, അതൊക്കെ കൊടുക്കും. പിന്നെ എവിടേക്കൊക്കെ പോവാ, ഫ്രീ ടൈമിൽ സിനിമ കാണാൻ പോവും ചിലപ്പോൾ. റൗഡി കാണാൻ പോകുന്നവരോടൊത്ത് എന്താ പറയാ? ബേസിക്കലി അതൊരു ടെൻഷനൊന്നും അടിച്ച് കാണണ്ട, അല്ലെങ്കിൽ എന്താണ് ഇനി അടുത്ത് ഉണ്ടാവുമോ എന്നൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് പേരെ, ഒരു പണിയില്ലാത്ത കുറച്ച് പേരെ സ്ക്രീനിൽ കാണുന്നതിൻ്റെ ഒരു ഫണ്ണ് ഉണ്ടാവും. അതിൻ്റെ കൂടെ എൻ്റെ ക്യാരക്ടറും കൂടെ വരുമ്പോൾ മൊത്തത്തിലൊരു ബഹളമാണ്. ഒരു പണി കൊടുക്കുന്നു, പണി വാങ്ങുന്നു, അങ്ങനെ ഇങ്ങനെ അടി ഇടി ബഹളമാണ്. പക്ഷെ ഭയങ്കര ഫണ്ണാണ്. നിങ്ങൾക്കപ്പോൾ ഒരിക്കലും ഒരു ബോറടി അല്ലെങ്കിൽ ഒരു എന്റർടൈനർ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് മിസ്റ്റർ ആൻഡ് മിസ് റൗഡി.